പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയ ഷൈൻ ടോം ചാക്കോ സംസ്ഥാനം വിട്ടതായി സൂചന. ഇന്നലെ പുലർച്ചെ കൊച്ചിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോയി എന്നാണ് വിവരം. അതിനിടെ ഷൈനെതിരെ വിൻസി അലോഷ്യസ് നൽകിയ പരാതി ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി തിങ്കളാഴ്ച അടിയന്തര യോഗം ചേർന്ന് പരിഗണിക്കും. സംഭവത്തിൽ അമ്മയുടെ റിപ്പോർട്ട് ഇന്നുണ്ടായേക്കുമെന്ന സൂചനയുണ്ട്. ഇതിനിടെ വിൻസിയിൽ നിന്ന് വിവരങ്ങൾ തേടാനുള്ള നീക്കം എക്സൈസ് ഉപേക്ഷിച്ചു. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഷൈന്റെ ഇപ്പോഴത്തെ ലൊക്കേഷൻ. ഷൈൻ രാത്രി ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടി ആ ഓട്ടം ഇപ്പോൾ ഏതാണ്ട് തമിഴ്നാട്ടിൽ എത്തി നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. രണ്ടാമത്തെ കാര്യം, ഈ കേസിൽ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള നടപടി. നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ഇപ്പോൾ ഷൈന്റെ കാര്യത്തിൽ പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, ഇക്കാര്യത്തിൽ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നതും അതോടൊപ്പം തന്നെ അവർ സ്ഥിരീകരിക്കുന്നതുമായ ഒരു കാര്യം, നടൻ ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ തമിഴ്നാട്ടിലാണ് എന്നതാണ്. തമിഴ്നാട്ടിൽ പൊള്ളാച്ചിയിൽ ഷൂട്ടിംഗ് സെറ്റിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവിടേക്ക് പൊള്ളാച്ചിയിലേക്ക് എത്തി എന്ന കാര്യങ്ങളെല്ലാം തന്നെ ടവർ ലൊക്കേഷനും പോലീസിൻ്റെതായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം, അതായത് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഉണ്ടായിരുന്ന ഹോട്ടൽ റെയ്ഡിനിടെ ചാടി ഓടിപ്പോയ ഹോട്ടൽ വേദാന്തയിൽ നിന്ന് പിന്നീട് കൊച്ചിയിലെ മറ്റൊരു ഹോട്ടലിലേക്കാണ് അദ്ദേഹം എത്തുന്നത്. അവിടെ നിന്ന് പുലർച്ചയോടുകൂടിയാണ് തമിഴ്നാട്ടിലേക്ക് പോയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ പോലീസ് ഇപ്പോൾ മറ്റൊന്നുകൂടി അന്വേഷിക്കുന്നത്, ഇതിൽ ഷൈൻ ടോം ചാക്കോ ബൈക്കിൽ ലിഫ്റ്റ് ചോദിച്ച് അവിടേക്ക് എത്തിയതാണോ അതോ മറ്റാരെങ്കിലും സഹായിച്ചതാണോ എന്നത്. ഇയാളെക്കുറിച്ച് കൂടിയും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അത് അത്ര ദുരൂഹമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്, പോലീസ് അന്വേഷിക്കുന്നു എന്നതാണ്. ഇതിൽ തന്നെ മറ്റൊന്ന്, പോലീസ് ഉടനടി ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ വിളിച്ചു വരുത്തുകയോ പോകുന്നില്ല എന്നാണ്. കാരണം അതിന് തക്ക ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. നിലവിൽ ഡാൻസ് ഓഫ് സംഘം അവിടെ പരിശോധനയ്ക്ക് എത്തുന്നത് മറ്റൊരു ഈ ലഹരി വിൽപ്പനക്കാരനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലാണ് അവിടേക്ക് എത്തുന്നത്. അപ്പോൾ ഈ മുറിയിൽ ഷൈൻ ടോം ചാക്കോ കൂടി ഉണ്ട് എന്നതാണ് പോലീസിന് ആ ഹോട്ടലിൽ എത്തുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. പിന്നീട് ആ മുറിയിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ ഷൈൻ ടോം ചാക്കോ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അവിടെ നിന്ന് അദ്ദേഹത്തെ പിടികൂടാനുള്ള ആദ്യ ശ്രമം പരാജയപ്പെടുകയും ചെയ്തു. ഈ ലഹരി കേസുകളുടെ ഒരു പൊതു സ്വഭാവത്തിൽ നിൽക്കുമ്പോൾ ലഹരി വസ്തുക്കളുമായി പിടിക്കപ്പെട്ടാൽ മാത്രം അതൊരു ഗുരുതര സ്വഭാവത്തിലേക്ക് അടക്കം പോവുകയുള്ളൂ. ഷൈൻ ടോം ചാക്കോ ഏതായാലും അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തെ കണ്ടെത്താനും ആദ്യഘട്ടത്തിൽ പോലീസിന് കഴിഞ്ഞില്ല. പുലർച്ചയോടെ തമിഴ്നാട്ടിലേക്ക് നീങ്ങുകയും ചെയ്തു. നിലവിൽ തിരിച്ചെത്തുന്നത് വരെ ഒരുപക്ഷെ ഈ പോലീസ് വിവരം നൽകും. ഇവിടേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലേക്ക് അല്ലെങ്കിൽ ഈ തെരച്ചിൽ നടത്തിയ ഈ നർക്കോട്ടിക് സംഘത്തിൻ്റെ മുന്നിലേക്ക്, പോലീസ് നർക്കോട്ടിക് വിഭാഗത്തിൻ്റെ മുന്നിലേക്ക് ഷൈൻ ടോം ചാക്കോ എത്തേണ്ടതുണ്ട്. കാരണം അതിൽ ഒരു ലഹരിക്കടത്തുകാരനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം അവിടേക്ക് എത്തുമ്പോഴാണ് അവിടെയും ഷൈൻ ടോം ചാക്കോ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കടന്നു കളഞ്ഞത് എന്ത് സാഹചര്യത്തിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിയും. അതിന് വളരെ തിടുക്കം കാണിക്കേണ്ടതില്ല എന്ന ഒരു നിലപാടിലാണ് ഇതുവരെ പോലീസ് എത്തി നിൽക്കുന്നത്. പക്ഷേ ഇനി ഒരുപക്ഷെ മറ്റ് സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് മാറാം. നിലവിൽ ആ മുറിയിൽ നടത്തിയ പരിശോധനയിൽ ലഹരി വസ്തുക്കളോ മറ്റു സാധനങ്ങളോ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നതാണ് ആദ്യഘട്ടത്തിൽ നൽകിയ പോലീസിൻ്റെ ഒരു വിശദീകരണം. വിശദമായ പരിശോധനകൾ അക്കാര്യത്തിൽ ഉണ്ട് എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും അതെല്ലാം തന്നെ ഈ സാഹചര്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ആയിരിക്കും മുന്നോട്ട് പോകുക. ഇനി മറ്റു വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ, നടി വിൻസി അലോഷ്യസ് ഇതുവരെയും എക്സൈസിനോ പോലീസിനോ പരാതി നൽകാൻ അവർ ഉദ്ദേശിച്ചിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. അവരിതുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ പറയുകയും ചെയ്തു. അങ്ങനെ ഒരു ഔദ്യോഗികമായ രീതിയിലേക്ക് ആ പരാതി നൽകുന്നില്ല. ഇപ്പോൾ അവരുടെ കുടുംബമടക്കം ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് കഴിയുന്നത്. അവർ ഒരു പരാതിയുമായിട്ട് ഇത്തരം പോലീസിനെയോ എക്സൈസ് വിഭാഗത്തിന് മുന്നിലേക്ക് പോകുന്നില്ല. മറിച്ച് സിനിമാ സംഘടനകൾക്ക് നൽകിയ പരാതിയിലേക്കാണ് അവർ കൂടുതൽ ഊന്നൽ നൽകുന്നത്. എക്സൈസിൽ നിന്ന് ഇന്ന് ഡെപ്യൂട്ടി കമ്മീഷണറുമായിട്ട്, എക്സൈസ് കമ്മീഷണറുമായിട്ട് തന്നെ സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്ന വിവരം, ഈ പരാതി ലഭിച്ചില്ല എങ്കിൽ തങ്ങൾക്ക് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ്. അതായത് നേരത്തെ വിൻസി അലോഷ്യസിൻ്റെ അടക്കം മൊഴിയെടുക്കുക അല്ലെങ്കിൽ വിശദാംശങ്ങൾ ചോദിക്കുക എന്ന കാര്യത്തിലേക്ക് പോകാനായിട്ട് എക്സൈസ് തീരുമാനിച്ചിരുന്നു. പക്ഷേ അവർ പരാതിപ്പെടുന്നില്ല. ഔദ്യോഗികമായി അവർക്ക് ഒരു പരാതിയും ഇത് സംബന്ധിച്ചില്ല എന്നതാണ്. അങ്ങനെയെങ്കിൽ ഇങ്ങനെയോ ഈ തിടുക്കപ്പെട്ട ഈ രീതിയിലേക്ക് മൊഴിയെടുക്കുക, കാര്യങ്ങളിലേക്ക് പോവുക, അവർക്ക് ഒന്നും പറയാനില്ലെങ്കിൽ പിന്നെ തങ്ങൾ എന്ത് ചെയ്യും എന്നത് തന്നെയാണ് എക്സൈസ് ചോദിക്കുന്നത്. അപ്പോൾ
ഈ കാര്യങ്ങളിൽ രണ്ട് അന്വേഷണ ഏജൻസികൾ, ഒന്ന് പോലീസും മറ്റൊന്ന് എക്സൈസും. എക്സൈസിന് ഇപ്പോൾ ഇതിനകത്തേക്ക് ഈ കേസിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ കേസുമായി ഇപ്പോൾ നടത്തിയ വെളിപ്പെടുത്തലിലേക്ക് കടക്കാൻ കഴിയാത്ത രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങളുള്ളത്. അവർക്ക് ഔദ്യോഗികമായി പരാതി ഇല്ല എന്നറിയിച്ച സാഹചര്യത്തിലാണ് മൊഴിയെടുപ്പിന് പോലും സാധ്യതയില്ലാത്ത രീതിയിലേക്ക് അവർക്ക് നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു. ശരി ഡാനി, മറ്റൊരു ചാൻസ് ഉള്ളത് സിനിമാ സംഘടനകൾക്ക് വേണമെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു പരാതി നൽകാം. ചേംബറിന് മുന്നിലേക്ക് പോലീസിനോ എക്സൈസിനോ ആണ് വിൻസി പരാതി നൽകാത്തത്. പക്ഷേ വിൻസി സിനിമയിലുള്ള പരാതി സിനിമയിൽ തന്നെ തീർക്കട്ടെ എന്ന വിൻസിയുടെ കുടുംബം ഒരു നിലപാടെടുക്കുന്നുണ്ടെങ്കിലും ഈ പരാതി ഫിലിം ചേംബറിന് മുന്നിൽ എത്തിയിട്ടുണ്ട്, ഒപ്പം അമ്മയ്ക്ക് മുന്നിലും എത്തിയിട്ടുണ്ട്. ഈ ഫിലിം ചേംബർ തിങ്കളാഴ്ച ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം ചേരുമെന്ന് പറയുന്നു. അമ്മയുടെ കാര്യത്തിൽ ആ റിപ്പോർട്ട് ഇന്ന് തന്നെ കൊടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഈ സമിതിയിലെ അംഗങ്ങൾ തന്നെ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത്. പക്ഷെ അവർക്കും ഷൈനിനോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സംഘടനകൾ ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ നടപടികൾ എടുക്കുന്നത്? എന്തൊക്കെയാണ് അവർക്കിടയിലെ ആലോചന? ശ്രീജ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സംഘടനകൾ ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നു? അവർ ഈ കാര്യത്തിൽ ഒരു അച്ചടക്ക നടപടിയോ മറ്റ് കാര്യങ്ങളിലോ മാത്രമായിട്ട് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഇതൊരു സാമൂഹിക വിഷയം എന്ന രീതിയിലേക്ക് അഡ്രസ്സ് ചെയ്യുന്നതിൽ അവരതിൽ പരാജയപ്പെടുന്നു എന്ന് തന്നെയാണ്. കാരണം ഈ പരാതി അവർ അതിന് മുകളിലേക്കെല്ലാം തന്നെ ഈ ഔദ്യോഗിക തലങ്ങളിലേക്ക്, നിയമ സംവിധാനങ്ങളിലേക്ക് എത്തിക്കേണ്ടതാണ്. അത് രണ്ട് തലങ്ങളിലാണ്. ഒന്ന്, ഈ വിൻസി അലോഷ്യസ് പറയുന്ന കാര്യങ്ങളിൽ ലഹരി ഉപയോഗം സംശയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ പെരുമാറി നടൻ്റെ വായിൽ വെളുത്ത പൊടിയടക്കം കണ്ടു, ലഹരി ഉപയോഗത്തെക്കുറിച്ച് സെറ്റിൽ എല്ലാവർക്കും അറിയാമായിരുന്നു എന്നവർ പറയുന്നത് ഗുരുതരമായ വെളിപ്പെടുത്തൽ തന്നെയാണ്, ഒരു സംശയവുമില്ല. ഇക്കാര്യത്തിൽ ഈ സംഘടന ഒരു നിലപാടെടുക്കേണ്ടതാണ്. തങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ സെറ്റിലടക്കം ചില ലഹരി ഉപയോഗം കൂടുന്നു എന്ന പരാതി ഉയരുമ്പോൾ തന്നെ സിനിമാ സംഘടനകൾ തങ്ങളത് നിയന്ത്രിക്കും എന്നെല്ലാം തന്നെ വലിയ വായിൽ പറയുമ്പോൾ അവർ ആ കാര്യങ്ങളിൽ ഔദ്യോഗിക തലങ്ങളിലേക്ക് ആ പരാതി നിയമ നടപടികളിലേക്ക് നീക്കേണ്ടതുണ്ട്. അവർ ഔദ്യോഗികമായിട്ട് തന്നെ പരാതി നൽകേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ വിൻസി അലോഷ്യസ് പറഞ്ഞതുപോലെ അവർ നേരത്തെ സംഘടനകൾക്ക് നൽകിയ പരാതിയിൽ അതിൻ്റെ ഉള്ളടക്കത്തിൽ പറയുന്നത് തനിക്ക് സ്ത്രീ എന്ന രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഈ നടൻ സൃഷ്ടിച്ചു എന്നാണ്. സ്ത്രീത്വത്തിനെതിരെയുള്ള കടന്നുകയറ്റവും മറ്റ് അപമാനിക്കലും എല്ലാം തന്നെ അതിലേക്ക് വരുന്നതാണ്. അങ്ങനെയെങ്കിൽ അത് ഈ വലിയ രീതിയിലെ കുറ്റകൃത്യങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. അത് സിനിമാ സെറ്റിൽ നടന്ന സംഭവമാണ്. ഇതിലും പരാതിപ്പെടേണ്ടതാണ്. ഔദ്യോഗികമായിട്ട് തന്നെ ഇതിൽ പരാതിപ്പെടേണ്ടത് തന്നെയാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സിനിമാ സംഘടനകൾക്ക് കഴിയില്ല. അവരുടെ ഒരു ചട്ടക്കൂടിനകത്ത് ഒതുക്കി തീർക്കേണ്ട, പറഞ്ഞു തീർക്കേണ്ട ഒരു പരാതിയുടെ സ്വഭാവവുമല്ലാതെ അത് തീർച്ചയായും തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സിനിമാ സെറ്റുകളിൽ നടക്കുന്ന കാര്യങ്ങൾ, അതിലെ പരാതികൾ, ഇതിലെല്ലാം നിർവചനങ്ങളിലേക്ക് വരുന്നതാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇടപെടാൻ കഴിയുന്നിടങ്ങളിലേക്കാണ് ഈ പരാതി സ്വഭാവം ചെന്നെത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ആ പരാതിയിലേക്ക് സ്വാഭാവികമായും കടന്നു വരാനായിട്ട് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനടക്കം കഴിയേണ്ടതാണ്. അല്ലെങ്കിൽ സിനിമാ സംഘടനകൾ ഈ പരാതി അവർക്ക് കൈമാറേണ്ടതുമാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഘടന എന്നെല്ലാം തന്നെ പറയുന്നത്. അതിൽ സിനിമാ സംഘടനകൾ എന്ത് നിലപാട് ഈ രണ്ട് വിഷയങ്ങളിലുമായിട്ട് എടുക്കുന്നു എന്നതാണ്. ഒന്ന്, ലഹരി ഉപയോഗം സംബന്ധിച്ച്, രണ്ട്, സ്ത്രീത്വത്തിനെതിരെയുള്ള കടന്നുകയറ്റം സംബന്ധിച്ച്. ഇത് രണ്ടും നടന്നിരിക്കുന്നത് ഒരു സിനിമാ സെറ്റിൽ തന്നെയാണ്. പരാതി വൈകി എന്നത് മറ്റ് കാരണങ്ങളാകാം, പക്ഷേ ഈ രണ്ട് പരാതിക്കും അതിൻ്റേതായ പ്രാധാന്യവും ഗൗരവമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഘടനകളുടെ ഈ അമ്മയും അതോടൊപ്പം തന്നെ ഫിലിം ചേംബറും ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നതാണ് ഏറ്റവും ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ടത്. രണ്ട് സംഘടനകൾക്കും വൈകാതെ തിങ്കളാഴ്ചയാണ് ഫിലിം ചേംബർ അടിയന്തര യോഗം ചേരുന്ന. അമ്മ വരും സമയത്ത് തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷേ ഈ പരാതി അവർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതനുസരിച്ച് തന്നെയാണ് വിൻസി അലോഷ്യസിൻ്റെ ഈ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിവാദത്തിൻ്റെ ഭാവി എന്ന് പറയാവുന്നത്. നിലവിൽ പോലീസും എക്സൈസും നിസ്സഹായരാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇതൊരു ഗുരുതര സ്വഭാവത്തിലേക്ക് മാറണമെങ്കിൽ വിൻസി അലോഷ്യസ് തന്നെ പരാതി അവർക്ക് കൈമാറേണ്ടതാണ്. പക്ഷെ അവരത് ചെയ്യുന്നില്ല. നിലവിൽ സിനിമാ സംഘടനകൾക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ അവരെന്ത് നിലപാടെടുക്കുന്നു എന്നതാണ് ഇനി ഈ വിവാദത്തിൽ ഏറ്റവും കാതലായ ഭാഗം. ശ്രീജ, ശരി, വിൻസിയുടെ പരാതിയിൽ അമ്മയുടെ റിപ്പോർട്ട് ഇന്ന് തന്നെ ഉണ്ടായേക്കുമെന്ന സൂചനകളുണ്ട്. പക്ഷേ അവർക്കിപ്പോഴും ഷൈൻ ടോം ചാക്കോയുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മൂന്നംഗ സമിതി ഈ വിഷയത്തിൽ പരസ്പരം ആശയവിനിമയം നടത്തുന്നുണ്ട് എന്ന വിവരങ്ങളാണ് അവർ തന്നെ നൽകുന്നത്. ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റി തിങ്കളാഴ്ചയാണുള്ളത്. എവിടെ നിന്നാണ് ഈ പരാതി പുറത്തുപോയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഡാനി, ആ വിഷയം കൂടി ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടതുണ്ട്. വളരെ രഹസ്യ സ്വഭാവത്തിൽ ഒരു IC മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് നൽകിയ പരാതിയിൽ നിന്ന് ആ പേരും സിനിമയുടെ വിവരങ്ങളും അടക്കം എങ്ങനെ പുറത്തുപോയി എന്ന് വിൻസി പരാതി ഉന്നയിച്ചാൽ അതിൽ ഫിലിം ചേംബർ തന്നെ ഉത്തരം പറയേണ്ടി വരും. കാരണം
അമ്മയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പരാമർശമോ പ്രതികരണമോ ഇതുവരെയും വരാത്ത സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫിലിം ചേംബർ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തുന്നുണ്ടോ? അതിലെ ഒരാളാണ് ഈ വിവരങ്ങൾ പുറത്തു പറഞ്ഞതെങ്കിലും ചേംബറിന് അതിന് ഉത്തരവാദിത്വമുണ്ടല്ലോ. തീർച്ചയായും ചേംബറിന് തന്നെയാണ് അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം. കാരണം ഒരു ഘട്ടത്തിലും വിൻസി അലോഷ്യസ് ഈ പരാതി താൻ ആർക്കെതിരെയാണ് പരാതി ഉന്നയിച്ചതെന്നത് ചേംബർ പറയാതെ ഇക്കാര്യങ്ങളിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ചേംബർ ആകട്ടെ ഈ പരാതി കിട്ടിയ ഉടൻ തന്നെ ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് അടക്കം പോയിരുന്നു. എല്ലാ മാധ്യമങ്ങളോടും അടക്കം ഈ പേരെല്ലാം തന്നെ വെളിപ്പെടുത്തുന്നു. അവിടെയാണ് വിൻസി അലോഷ്യസ് ചോദിക്കുന്ന ചോദ്യവും ഗുരുതരമാകുന്നത്. കാരണം എന്ത് വിശ്വസിച്ച് ഇനി പരാതിപ്പെടുമെന്നത്. കാരണം ഇതുപോലെ പരാതി ഉണ്ടായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി പരാതിപ്പെടാൻ കടന്നു വരണം. എപ്പോഴും അതൊരു മാതൃകാപരമായൊരു നീക്കമായിട്ട് നമ്മളത് പറയുന്നത്, ശ്ലാഘനീയമാകുന്നത് മറ്റുള്ളവർക്ക് കൂടി അതിലേക്ക് കടന്നു വരാൻ കഴിയാവുന്ന ഒരിടം സൃഷ്ടിക്കുമ്പോഴാണ് ആ മുൻപേ നടന്നവർക്ക് അതിൻ്റേതായ ഒരു പ്രാധാന്യം വരുന്നത്. പക്ഷേ അതില്ലാതായിരിക്കുന്നു, അവരുടെ ഒരു പ്രൈവസി, അവരുടെ ഒരു സ്വകാര്യത ഇല്ലാതായിരിക്കുന്നു, അതിൻ്റെ ഒരു രഹസ്യ സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത്തരം പരാതികൾ കൈകാര്യം ചെയ്യേണ്ടതൊരു സംഘടന ഈ രീതിയിലാണോ? ഒരു അച്ചടക്കമില്ലായ്മ അവിടെ പ്രകടമായോ എന്ന് ചോദിച്ചാൽ അതുണ്ടായെന്ന് തന്നെ പറയാം. കാരണം ഈ പരാതി ആ രീതിയിലായിരുന്നു അവർ അത് കൈകാര്യം ചെയ്യേണ്ടതിന്, അത് ഉണ്ടായിരുന്നില്ല. പരാതി നൽകിയ ഉടൻ തന്നെ തങ്ങൾക്ക് പരാതി ലഭിച്ചു എന്ന് പറഞ്ഞ് ഒതുക്കുന്നതിന് പകരം, നടപടികൾ ഉണ്ടാകുന്നതിന് പകരം ഈ പരാതിക്കാരി നൽകിയ കാര്യങ്ങളിലെ വിശദാംശങ്ങൾ പുറത്തു പറയുന്നു. അതോടൊപ്പം തന്നെ ആർക്കെതിരെയാണ് പരാതി എന്നതെല്ലാം തന്നെ പുറത്തേക്ക് വരുന്ന സാഹചര്യമുണ്ട്. അതിൽ ഇവർ തന്നെ, വിൻസി തന്നെ പറയുന്നത് ശരിയായ ഒരു നടപടിയല്ല എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോവുക, ഇനി എങ്ങനെയാണ് സിനിമാ സംഘടനകളെ വിശ്വസിക്കുക? അവിടെയും ഒരു അവിശ്വാസം സിനിമാ സംഘടനകൾക്ക് നേരെയും അവർ ഉയർത്തുന്നുണ്ട്. അതും ഒരുപക്ഷെ ഇനിയുള്ള നീക്കങ്ങളിലെല്ലാം തന്നെ പ്രതിഫലിച്ചേക്കാം. തീർച്ചയായും ഈ വിഷയത്തിൽ ഇനി നാളെ ഒരാൾക്ക് പരാതി പറയാൻ ധൈര്യം ഉണ്ടാവണമെങ്കിൽ, പരാതി പറഞ്ഞ് മുന്നോട്ട് വരണമെങ്കിൽ ഈ വിഷയത്തിലുണ്ടായ വീഴ്ചകൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. വളരെ രഹസ്യ സ്വഭാവത്തിൽ നൽകുന്ന ഒരു പരാതി. പലരും ചോദിക്കുന്നുണ്ട് വിൻസി എന്തുകൊണ്ട് പേര് പറഞ്ഞില്ല എന്ന്. വിൻസിക്ക് പേര് പറയേണ്ടടുത്ത് മാത്രം പറഞ്ഞാൽ മതി. അത് പൊതുസമൂഹത്തിന് മുന്നിൽ പറയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അവർ പരാതിയിൽ പറഞ്ഞ പേര് പുറത്തു പറയുന്നതാണ് അതിലും വലിയ തെറ്റ്. അത് നിയമപ്രകാരം തന്നെ തെറ്റായ ഒരു കാര്യമാണ്. അപ്പോൾ ആ വിഷയത്തിൽ എന്ത് നടപടിയാണ് ഫിലിം ചേംബർ എടുക്കുന്നത് എന്നുകൂടി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. മറ്റു വാർത്തകളിലേക്ക് പോകാം.